ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ചേലക്കര തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സർക്കാർ അനുവദിച്ച 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ ഈ സന്തോഷകരമായ വേളയിൽ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. മുമ്പാണ് ഇവിടെ ഇതേ സ്റ്റേജിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചത്. അന്ന് പറഞ്ഞത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആശുപത്രി കെട്ടിടത്തിന് തറക്കല്ലിടാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു. അതെത്രയും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. നമുക്ക് 2022-23 സാമ്പത്തിക വർഷത്തിലാണ് നമ്മുടെ ഈ ആശുപത്രി കെട്ടിടത്തിന് വേണ്ടി 2 കോടി രൂപ സർക്കാരിനെ കൊണ്ട് അനുവദിപ്പിച്ചത്. പല സാങ്കേതിക തടസ്സങ്ങളുമായിട്ടാണ് ഇത്രയും നീണ്ടുപോയത്. വീണ്ടും സാങ്കേതിക തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ASM TSM ടെൻഡറും അതിൻ്റെ എഗ്രിമെൻറ്റും എല്ലാം വെച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുന്നത്. ചേലക്കര നിയോജക മണ്ഡലം MLA UR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. LDF ഗവൺമെന്റുള്ള സമയത്ത് ആർദ്ര മിഷൻ ഉൾപ്പെടുത്തിക്കൊണ്ട് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയപ്പോൾ ഒരല്പം എക്സ്റ്റൻഷൻ നടത്തിക്കൊണ്ട് ഈ ആസ്പത്രിയിൽ ചെറിയ സൗകര്യം വർദ്ധിച്ചു. എന്നാൽ അത് പോരാ എന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട രാധേട്ടൻ്റെ പ്രത്യേകം ഇടപെടൽ കൊണ്ട് ഇതിൻ്റെ കൂടുതൽ സൗകര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനം തുടക്കം കുറിച്ചത്. ഈ പ്രവർത്തനം തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ മനസ്സ് അവർക്ക് ചെറിയ വിഷമത്തിലെത്തുകയാണ്. ആകെ ഞങ്ങൾക്ക് കളിക്കാനുള്ള തലമ പന്തുകളിയും ഫുട്ബോളും എല്ലാം കളിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു. ആ ഗ്രൗണ്ട് ചുരുങ്ങി പോകുന്നല്ലോ എന്നൊരു വിഷമമുണ്ട്. എന്നാൽ അദ്ദേഹം ഇടപെട്ടുകൊണ്ട് നേരത്തെ ഗ്രാമപഞ്ചായത്തും കൂടെ ചേർന്ന് മറ്റൊരു കളിസ്ഥലം കണ്ടെത്തുകയും ഒരാൾക്കും ഒരു വിഷമവും വേണ്ട, ഇവിടെ കളിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരിക്കലും തടസ്സപ്പെടില്ല, ഇവിടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ കളി തടസ്സപ്പെടാൻ ഒരിക്കലും നിൽക്കില്ല. എന്നാൽ അതോടൊപ്പം നമ്മുടെ പ്രദേശത്ത് വരുന്ന പാവപ്പെട്ട അമ്മമാർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊക്കെ അസുഖവുമായി ബന്ധപ്പെട്ട് വന്നാൽ ഓടിയെത്താൻ പറ്റുന്ന ഒരു ആശുപത്രിയാണ് തോന്നൂർക്കര. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തൃശൂർ LSGD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK സ്മിത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, ജില്ലാ പഞ്ചായത്ത് അംഗം KR മായ ടീച്ചർ, വൈസ് പ്രസിഡന്റ് H ഷെലീൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK ശ്രീവിദ്യ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ്, സെക്രട്ടറി M ജയലക്ഷ്മി, ചേലക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ T ഗോപാലകൃഷ്ണൻ, ശശിധരൻ, നിത്യ തേലേക്കാട്ട്, AK അഷറഫ്, ഗീത ഉണ്ണികൃഷ്ണൻ, LC ബേബി, TA കേശവൻകുട്ടി, അംബിക, ബീന മാത്യു, PC മണികണ്ഠൻ, സുമതി, A അസനാർ, PA ജാഫർ, VK ഗോപി, സുജാത ജയൻ, VK നിർമ്മല, MN സതീഷ് കുമാർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനി K ഗോപിനാഥ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയതിളക്കത്തിന്റെ 29ാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ. പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള LKG അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UKGയിലേക്കും 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു. കൂടാതെ ഈ വർഷം മുതൽ 6ാം ക്ലാസും ആരംഭിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ ലാബ്, ലൈബ്രറി, സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ, സൗജന്യ അബാക്കസ് പരിശീലനം, അറബിക് പഠന സൗകര്യം, ചിൽഡ്രൻസ് പാർക്ക്, വിശാലമായ കളിസ്ഥലം, വാഹന സൗകര്യം, ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി CCTV ക്യാമറ സംവിധാനവും. നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ, ദേശമംഗലം കൂട്ടുപാത. ഫോൺ 8590080220 9645710222.